അൽ ജവാബ് ദ ആൻസർ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് MK Fabrics, Convent Road, കൊല്ലം. MK Fabrics, MK Road, കൊല്ലം. Signature Groom and Bride, opposite Shangas Hospital, കൊല്ലം. അറഫ ഗോൾഡ്, അട്ടക്കുളങ്ങര, ട്രിവാൻഡ്രം. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, കരുനാഗപ്പള്ളി. വഴിയെത്ര ദൂരമാണെങ്കിലും ഞാൻ വിസ്തൃത മഹിഷറയിൽ വന്നു ചേരും. ജനിമൃതികൾക്കിടയിലെ മണ്ണിലെൻ ജീവിതം ജീവനാഥ നിന്നെ വാഴ്ത്തിയിരിക്കും. ഇനി എത്ര ദശാബ്ദങ്ങൾ എൻ വഴിത്താരയിൽ വീണടിഞ്ഞിടുവാനുണ്ടെങ്കിലും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി കഫാ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. ജയ്ഹിന്ദ് ചാനലിലെ അൽ ജവാബിനെ ഇഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട സഹോദരിമാർക്ക്, സഹോദരങ്ങൾക്ക് MK ഫാബ്രിക്സ് അണിയിച്ചൊരുക്കുന്ന മനോഹരമായ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ നേർരേഖയ്ക്ക് അള്ളാഹു ഒരു നിമിത്തമാക്കി തരുമാറാകട്ടെ. ആഴ്ചയിൽ വളരെ കുറഞ്ഞ സമയം ഇങ്ങനെ ഖുർആനിനു വേണ്ടി, ഇൽമിനു വേണ്ടി, ഹദീസിനു വേണ്ടി, പഠനത്തിനു വേണ്ടി സമയം ചെലവഴിക്കുന്നതിൻ്റെ ബറക്കത്തുകൊണ്ട് നമുക്കും നമ്മുടെ കുടുംബത്തിനും അള്ളാഹു തരാൻ ഉദ്ദേശിച്ചിട്ടുള്ള ബലാ, ആപത്ത്, ഇടങ്ങേറ്, മുസീബത്തുകളൊക്കെയും അള്ളാഹു തട്ടിമാറ്റി സന്തോഷമുള്ളൊരു ജീവിതം നമുക്ക് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഈ ദുആന് വളരെയേറെ വാല്യൂ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. ഒരുപാട് ആളുകൾ ആമീൻ പറയുന്നുണ്ടല്ലോ. ആ പറയുന്നവർ പലരും പല ക്വാളിറ്റിയിലുള്ളവരാണ്. ചിലപ്പോൾ അള്ളാഹുവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടവരുണ്ടാവാം, വെറും സാധാരണക്കാരായി ഒരമലും ചെയ്യാത്തവരും ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥനയ്ക്ക് അതിൻ്റെ ഒരു വില മനസ്സിലാക്കിയിട്ടാണ് എല്ലാ എപ്പിസോഡിലും തുടക്കത്തിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥന തരുന്നത്. അത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആമീൻ പറയണം. പടച്ചവൻ സ്വീകരിക്കുമാറാകട്ടെ. സൂറത്തുൽ ജിന്ന് ഇനി പറയുന്ന ഭാഗം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഅന്നാ മിന്നസ് സ്വാലിഹൂന വമിന്നാ ദൂന ദാലിക് കുന്നാ ത്വറായിഖ ഖിദദാ. അല്ലാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ജിന്ന്. വഅന്നാ മിന്നസ് സ്വാലിഹൂന, ഞങ്ങളിലും സ്വാലിഹീങ്ങളുണ്ട്. വദൂന ദാലിക, അതിനേക്കാൾ താഴ്ന്ന നന്മയല്ലാത്ത ഒരു സംഘവും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. കുന്നാ ത്വറായിഖ ഖിദദ, വിഭിന്നങ്ങളായ മാർഗത്തിലായി പോയ വിഭാഗങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ സ്വാലിഹീങ്ങളുണ്ട്, സ്വാലിഹീങ്ങളല്ലാത്തവരുണ്ട്, ദുർമാർഗത്തിൽ ജീവിക്കുന്നവരുണ്ട് എന്ന് സാരം. ഇപ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ജിന്നുകളുണ്ടായിരുന്നു. ബൈത്തുൽ മുഖദ്ദസ് സന്ദർശിക്കുമ്പോൾ മസ്ജിദുൽ അഖ്സ, അതിൻ്റെ മുകൾ ഭാഗത്ത്, സാധാരണ മസ്ജിദുൽ അഖ്സയിൽ ഞങ്ങൾ പോകുമ്പോൾ മസ്ജിദുൽ അഖ്സയിലേക്ക് ചെന്ന് കയറുന്ന സ്ഥലത്ത് മസ്ജിദുൽ അഖ്സ, അതിന് താഴത്തെ പള്ളിയുണ്ട്, പഴയ പള്ളി. അവിടെ ചെല്ലുമ്പോഴാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജിന്നുകളെ കൊണ്ട് നിർമ്മിച്ച തൂണുകളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. ചില സ്ഥലത്തൊക്കെ ജിന്നു പള്ളി എന്ന് പറയുന്ന പള്ളികൾ തന്നെയുണ്ട്. അവിടെ ഇന്നും മനുഷ്യർക്ക് പെട്ടെന്ന് കയറി ചെല്ലാനൊക്കെ പേടിയാണ്. പഴയ ഭീതി നിറഞ്ഞ പള്ളികളൊക്കെ പൊളിച്ച് പുതിയ പുതിയ ഗ്രാനൈറ്റ് സൗധങ്ങളാക്കിയത് കൊണ്ടാണ് നമുക്കതിൻ്റെ ഒരു ഭവ്യത, ഒരു ഭയം കിട്ടാത്തത്. പഴയ പള്ളികളൊക്കെ നമ്മളിപ്പോഴും ഒരു പേടിക്കും. ചില സ്ഥലത്തൊക്കെ പ്രസംഗത്തിന് മുമ്പ് പഴയ പള്ളികൾ കാണാം. ഇപ്പോഴും നമുക്ക് മനസ്സിൻ്റെ അകത്ത് വല്ലാത്ത ഭയം തരുന്ന കുറേ പള്ളികളുണ്ട്. ഞാൻ ഈ അടുത്ത സമയത്ത് വയനാട് കുഞ്ഞോം എന്ന് പറയുന്ന സ്ഥലത്ത്, കുഞ്ഞോം എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്, ഒരു ജുമയ്ക്ക് അവിടെ കൂടിയിരുന്നു. ജുമയ്ക്ക് ശേഷം വളരെ കുറച്ച് സമയം സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. ആ പള്ളി പഴയകാലത്തെ പള്ളി, ആ തടിയും ആ ഒരു വല്ലാത്ത ഒരു ഭീതിയൊക്കെ നിറഞ്ഞൊരു പള്ളി ഇന്നും അങ്ങനെ തന്നെ അത് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. കേടുപാടുകളൊന്നുമില്ല, തടിയൊക്കെ ഓക്കെയാണ്. അതുപോലെ കുറേ പള്ളികളുണ്ട്. അതിൽ ചില പള്ളികളൊക്കെ ജിന്നുകൾ നിർമ്മിച്ചതാണ് എന്നും ഇപ്പോൾ പൊന്നാനി പള്ളിയുടെ കഥകളിലൊക്കെ ചരിത്രത്തിലൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവാം. വളരെയേറെ ഭാരമുള്ള, വളരെയേറെ ഉയരമുള്ള തേക്കൊക്കെ
നാലുകെട്ടിനകത്തിരുന്ന്, നമ്പൂതിരിയുടെ നാലുകെട്ടിനകത്തിരുന്ന് കേടുപാട് കൂടാതെ ഈ പള്ളിക്ക് ആവശ്യമുള്ള തടികളായി ജിന്നുകൾ കൊണ്ടുവച്ചു എന്നൊക്കെ പറയുന്ന ഒരുപാട് ചരിത്രങ്ങൾ കേൾക്കാം. അതിലൊരു 99% സത്യസന്ധമായ ചരിത്രങ്ങളാണ്. നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമുള്ളതൊക്കെ കള്ളമാണ് എന്ന് നാം വരുത്തി തീർക്കരുത്. പ്രത്യേകിച്ച് സൂറത്തുൽ ജിന്ന് പഠിക്കുമ്പോൾ നാം അറിയാതെ വിശ്വസിച്ചു പോകും. ഇത് അള്ളാഹു പറയുന്നതാണ്, മനുഷ്യരെവിടെയെങ്കിലും എഴുതിയുണ്ടാക്കിയ കെട്ടുകഥകളല്ല. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജിന്നുകൾ ഇപ്പോൾ ഇവിടെ ഈ തഫ്സീറിൽ തന്നെ നമുക്ക് കാണാം. വഅന്നാ മിന്ന സ്വാലിഹൂൻ, ഞങ്ങളുടെ കൂട്ടത്തിൽ സ്വാലിഹ്യങ്ങളുണ്ട്, വദൂനദാലിക അതിനേക്കാൾ താഴ്ന്നവരുണ്ട് എന്ന് പറഞ്ഞാൽ സ്വലാഹിയത്തില്ലാത്തവരുണ്ട്, നേരായ മാർഗത്തിൽ അല്ലാതെ ജീവിക്കുന്നവരുണ്ട്. അള്ളാഹു പടച്ചത് അവർ നേരായ മാർഗത്തിൽ വരാനാണ്. ഈ നേരായ മാർഗത്തിലല്ലാത്ത ജിന്നുകളെയൊക്കെ മനുഷ്യർ സ്വാധീനിച്ച്, അതുകൊണ്ടാണ് മനുഷ്യർ ജ്യോത്സ്യപ്പണി ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. ഇസ്ലാം അതിനെ നിഷേധിക്കുന്നത് അതുകൊണ്ടാണ്. ഇവരെ ഇങ്ങനെ സ്വാധീനിച്ചിട്ട് അവർ പറയുന്ന അല്ലെങ്കിൽ അവർ കേട്ടുകൊണ്ടുവന്ന അള്ളാഹുവിൻ്റെ ചില തീരുമാനങ്ങൾ, ഒരടിമയ്ക്ക് വരുന്നതും വരാത്തതുമായ ചില കാര്യങ്ങളെ മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കുക. തീർത്തും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണല്ലോ, ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യുന്നുണ്ട് പലരും. അതൊക്കെ തീർത്തും ഉപേക്ഷിക്കേണ്ട. അതുകൊണ്ടാണ് നമ്മൾ അതിന് പോകരുത്, നമ്മൾ അത്തരം കാര്യങ്ങളിൽ വിശ്വസിക്കരുത് എന്ന് നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. ഖുർആൻ കൊണ്ട് ചികിത്സ നടത്തുന്ന പ്രിയപ്പെട്ട ചില ഉസ്താദുമാരുടെ ചികിത്സാ രീതികളെ എതിർത്തുകൊണ്ടല്ല, അത് ജിന്നുകളുമായി ബന്ധപ്പെട്ടതല്ല, മറിച്ച് അത് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ്റെ ചില ആയത്തുകൾ, ചില രോഗത്തിന് മരുന്നാണ്. ചില ആയത്തുകൾ മനുഷ്യൻ്റെ മനസ്സിന്, ഇപ്പോൾ അലം നശ്റഹ് സൂറത്ത് ഓതിയാൽ മനസ്സിന് നല്ല റാഹത്ത് കിട്ടും. അതാണ് നമുക്കിപ്പോൾ ഒരു പ്രസംഗത്തിന് സ്റ്റേജിൽ നമ്മൾ കയറാൻ പോവാണ്, ആകെ മനസ്സിന് വല്ലാത്ത അസ്വസ്ഥതയാണ്, ഒരു മൂഡ് വരുന്നില്ല, എങ്ങനെ പ്രസംഗിക്കും? സൂറത്ത് അലം നശ്റഹ് സൂറത്ത് ഓതി ഒന്ന് നെഞ്ചിലൂതി കഴിഞ്ഞാൽ മനസ്സിന് റാഹത്ത് കിട്ടും. റബ്ബിശ്റഹ്ലി സ്വദിരി പറഞ്ഞൊന്ന് ഓതിയാൽ മനസ്സിന് സന്തോഷം കിട്ടും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ചില ആയത്തുകളുണ്ട്, ചില സൂറത്തുകളുണ്ട്, ഖുർആനിൻ്റെ ചില വാക്യങ്ങളുണ്ട്. അത് മനുഷ്യൻ്റെ ചില ജീവിതവുമായി ബന്ധപ്പെട്ട ചില ചികിത്സകൾക്ക്, അവനെ ധൈര്യപ്പെടുത്താൻ, അവൻ്റെ മനസ്സിന് സന്തോഷം കൊടുക്കാൻ, അവൻ്റെ വിഷമം മാറ്റാൻ, അവൻ്റെ യാത്ര എളുപ്പമാക്കാൻ, അവൻ്റെ ജോലിയിൽ ബർക്കത്തുണ്ടാകാനൊക്കെ ഉപകരിക്കുന്നതാണ്. ഇപ്പോൾ സൂറത്തുൽ ദുഹാ നിരന്തരം ഓതുന്ന ആളിന് അവരെ കച്ചവട സ്ഥാപനത്തിലിരുന്ന് ഓതിയാൽ ആ കച്ചവടത്തിൽ ബർക്കത്തുണ്ടാകുമെന്നും, സൂറത്തുൽ വാഖിഅ നിരന്തരം ഓതുന്ന ആളിന് ദാരിദ്ര്യമുണ്ടാകില്ല എന്നൊക്കെ ധാരാളം ഹദീസുകളുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ ആ വിഷയം ഇത് നല്ലതുപോലെ ഖുർആൻ കൊണ്ട് അല്ലെങ്കിൽ ദിക്റുകളെ കൊണ്ടൊക്കെ ചില ആളുകളുടെ മനസ്സിന് ധൈര്യം കൊടുക്കുന്ന, സമാധാനം കൊടുക്കുന്ന ചികിത്സാ രീതികളെ ആക്ഷേപിച്ചു പറഞ്ഞതല്ല. അത് 100% ഇസ്ലാമിൽ ഉള്ളതാണ്, സത്യസന്ധവുമാണ്. അതല്ലാതെ ഈ ജിന്നുകൾ കേട്ടുകൊണ്ടുവരുന്നതിനെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ചില പരിപാടികളും തരികിടകളുമായിട്ടിരിക്കുന്ന ആളുകളെ ഒരിക്കലും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്പാനും വിശ്വസിക്കാനും പാടില്ല. നമ്മൾ അതിലേക്ക് പോയാൽ നമ്മുടെ അമലുകൾ പോലും ബാത്തിലായി പോകുമെന്നാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭക്ഷണം കഴിച്ചത് ഇത്തരം പണി ചെയ്തിട്ട് കിട്ടിയ പൈസ കൊണ്ട് കൊടുത്ത ഒരാൾ, ആ പൈസ കൊണ്ട് വാങ്ങിയ പാലാണ് നിങ്ങളിപ്പോൾ കുടിച്ചതെന്ന് പറഞ്ഞപ്പോൾ കൈ വായ്ക്കകത്തേക്ക് കടത്തി രക്തം പുറത്തു വരുന്നത് വരെ ഛർദ്ദിച്ച് കളഞ്ഞിട്ട് ആ പൈസ എനിക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ചരിത്രമൊക്കെ നമുക്കറിയാം. ഒരുപാട് വിശദീകരിക്കാനുണ്ട്, അതിലേക്ക് കടക്കുന്നില്ല. അപ്പം മനുഷ്യരിൽ ഉള്ളതുപോലെ തന്നെ നല്ലവരും മോശക്കാരും ജിന്നുകളിലുമുണ്ട് എന്ന് സൂറത്തുൽ ജിന്നു പറയുന്നു. ഈ ആഴ്ചയിലെ ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. അൽ ജവാബ് എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 9:30-നും എല്ലാ ചൊവ്വാഴ്ചയും രാത്രി 11 മണിക്കും ഉണ്ടാകും. മറക്കാതെ കാണുക. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വെഡിങ് ഡ്രസ്സിന്റെയോ പാർട്ടി വെയറിന്റെയോ ഫോട്ടോയോ കൺസെപ്റ്റോ നിങ്ങളുടെ കയ്യിലുണ്ട്. അത് നിങ്ങൾക്ക് കസ്റ്റം ഡിസൈൻ ചെയ്ത് കിട്ടണം. അതിന് പറ്റിയ ഒരു യുണീക് സ്ഥലമുണ്ട് നമ്മുടെ കൊല്ലത്ത്, വെഡിങ് ബൈ സിഗ്നേച്ചർ. വിമന് മാത്രമല്ല, മെൻസ്, കിഡ്സ്, അങ്ങനെ എല്ലാവർക്കും ഇവിടുന്ന് പാർട്ടി വേസ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അഫോർഡബിൾ ലക്ഷറി, അതാണ് ഇവരുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. ദിസ് ഈസ് ദർ ചിത്രകാർ ലോഞ്ച്. ഇവിടെയാണ് എല്ലാം മാജിക് നടക്കുന്നത്. ദേ ഹാവ് ഇൻ-ഹൗസ് ഡിസൈനേഴ്സ്, സ്റ്റിച്ചിങ് യൂണിറ്റ് ആൻഡ് ആർട്ടിസ്റ്റ് ഫ്രം ഓൾ ഓവർ ഇന്ത്യ. ഗ്രൗണ്ട് ഫ്ലോർ ഈസ് കോൾഡ് സീസൺസ് ആൻഡ് ഇസ് ഫോർ പാർട്ടി വെയർസ് ആൻഡ് സൽവാസ്.
First floor Chitragar lounge has fabrics from all over India. Second floor Mangal Muhurta collections is for lehengas, gowns and sarees for any occasions. Third floor Vardhaman is exclusive for men. Designers സംസാരിച്ച് നിങ്ങൾക്ക് വേണ്ടുന്ന യൂണീക് ഡ്രസ്സസ് ഇവിടുന്ന് കസ്റ്റമൈസ് ചെയ്ത് ഫാബ്രിക് ഒക്കെ ചൂസ് ചെയ്ത് ഡിസൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. Signature Groom and Bride, opposite Shangas Hospital, Kollam. അമ്മേ നോക്ക്, നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അല്ലേ? അതൊക്കെ അച്ഛൻ നോക്കിക്കോളും. അച്ഛൻ ഇപ്പോഴത്തെ ഫാഷൻ വല്ലതും അറിയോ? രാഹുലിന്റെ വീട്ടുകാർ എന്താ വിചാരിക്കുക? മോളൂസിന് അച്ഛൻ ബെസ്റ്റ് മാത്രല്ലേ തെരഞ്ഞെടുത്തിട്ടുള്ളൂ. ഈ കല്യാണം പോലും ആഭരണത്തിന്റെ കാര്യത്തിലും അച്ഛൻ ബെസ്റ്റ് മാത്രം സെലക്ട് ചെയ്യും. ഇത്രയും ഫാഷൻ പോരെ മോളെ? പരിശുദ്ധമായ ബന്ധങ്ങൾക്ക് പവിത്രമായ പൊന്നിൻ തിളക്കം. അറഫ ഗോൾഡൻ ഡയമണ്ട്സ്, അട്ടക്കുളങ്ങര, തിരുവനന്തപുരം. നിങ്ങൾക്കറിയാമോ, ദീർഘകാലമായി ഗുളികയും ഇൻസുലിനും എടുത്തിട്ടും ഷുഗർ കുറയാത്തത് ഇൻസുലിൻ റെസിസ്റ്റൻസ് മൂലമെന്ന്? പാർശ്വഫലങ്ങളില്ലാത്ത പ്രകൃതിയുടെ പ്രത്യേക ആയുർവേദ ഔഷധക്കൂട്ടുകൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് മാറ്റി ഷുഗർ നോർമലാക്കുന്നു. ആസ്മ, അലർജി എത്ര പഴകിയതുമാകട്ടെ ഔഷധ സേവയിലൂടെ പൂർണ്ണമായും സുഖപ്പെടുത്താം. ഡോക്ടറോട് സംസാരിക്കാൻ ഇപ്പോൾ വിളിക്കൂ 9446182437. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി, പത്തനാപുരം, ഇടപ്പള്ളി, മലപ്പുറം ഇടപ്പാൾ. അൽ ജവാബ് എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 9:30-നും എല്ലാ ചൊവ്വാഴ്ചയും രാത്രി 11 മണിക്കും ഉണ്ടാകും. മറക്കാതെ കാണുക. അസ്സലാമു അലൈക്കും. കൊല്ലത്തെ പ്രമുഖ വസ്ത്രാലയമായ കൊല്ലം MK ഫാബ്രിക്സ് അവതരിപ്പിക്കുന്ന അൽ ജവാബ് പ്രോഗ്രാമിലെ ചോദ്യോത്തരവേളയിലേക്ക് എല്ലാ ദീനീ സ്നേഹികളെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഈ വർഷത്തെ ഹജ്ജിന് ഞാൻ പോയി വന്ന ഒരാളാണ്. അമലുകളെല്ലാം സുഖകരമായതുകൊണ്ട് പ്രതിഫലം കുറയും എന്ന് ചിലർ പറയുന്നു. ഇത് ശരിയാണോ ഉസ്താദെ? ചോദിച്ചിരിക്കുന്നത് തൻസീർ ഹാജിയാണ്, ചിറയൻകീഴിൽ നിന്നും. വല്ലാത്തൊരു ആശങ്കയാണ് മനസ്സിൽ. സത്യം പറഞ്ഞാൽ ഒരുപാട് തിരക്ക് കൂടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചിലപ്പോൾ ചില അമലുകൾ നല്ലതുപോലെ ചെയ്യാനും കഴിയൂല. അപ്പോഴും നമുക്ക് പ്രതിഫലം കുറയൂലേ? തിരക്ക് ഒരുപാട് കൂടിയെന്ന് വെക്കാം, നിന്ന് തിരിയാൻ ഇടമില്ല. അറഫയിലും മിനയിലും എല്ലായിടത്തും എല്ലാ ഭാഗത്തും അങ്ങനെ തന്നെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, നല്ലതുപോലെ ഒന്ന് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്ന ഒരു മാനസിക ഒരു വിഷമം ചില ആളുകൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് നല്ലതുപോലെ അമല് ചെയ്യാൻ പറ്റില്ല. നല്ലപോലെ അമല് ചെയ്യാൻ പറ്റി, പക്ഷെ ത്യാഗം കുറഞ്ഞു. തിക്കും തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് സുഖമായിട്ട് നടക്കാൻ പറ്റി, സുഖമായിട്ട് അറഫയിൽ നിൽക്കാൻ പറ്റി, അങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ. സുഖമായിട്ട് ദുആഫ് ചെയ്യാൻ പറ്റി, സഅയ് ചെയ്യാൻ പറ്റി. അപ്പോൾ അതിന് അമല് പ്രതിഫലം കുറയുമെന്നുള്ള ആശങ്ക നമ്മൾ വെക്കണ്ട. ഇത് പ്രതിഫലം തരുന്നത് അള്ളാഹുവാണ്. നമ്മുടെ മനസ്സിൻ്റെ നിയ്യത്തുണ്ടല്ലോ, അത് അള്ളാഹു അളന്ന് തിട്ടപ്പെടുത്തിയിട്ടാണ് പടച്ചോൻ കൂലി തരിക. നിങ്ങളുടെ നിസ്കാരം, നിങ്ങളുടെ നോമ്പ്, നിങ്ങളുടെ ഹജ്ജ്, ആ വിഷയത്തിൽ ആശങ്ക വേണം. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നോമ്പാണെങ്കിലും ഉംറയാണെങ്കിലും ഹജ്ജാണെങ്കിലും നമ്മുടെ ത്യാഗം അത് അള്ളാഹു തിരിച്ചറിയുന്നവനാണ്. അതനുസരിച്ച് ചെറിയ കൂടുതൽ കുറവൊക്കെ ഉണ്ടാവും. ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തതല്ലേ, ഇത്രയും കഷ്ടപ്പെട്ട് വന്നതല്ലേ, അങ്ങനെ ഒരു അള്ളാഹു നീതിമാനാണല്ലോ. അതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ അങ്ങ് ഇരിക്കട്ടെ എന്ന് പറയില്ല. കാല് സുഖമില്ലാത്ത ആൾ ചെയ്യുന്ന തവാഫിന് അതിൻ്റെതായ ക്വാളിറ്റിയും കൂടുതലും അമലും ഉണ്ടാവുമല്ലോ, ഇബാദത്തും ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കുറവും കൂടുതലും അള്ളാഹിൻ്റെ ഭാഗത്തുനിന്ന്, നീതിയുടെ ഭാഗത്തുനിന്ന് ചിലപ്പോൾ ഉണ്ടാവുന്നല്ലാതെ നമ്മളങ്ങനെ ആശങ്കപ്പെടാൻ പറ്റുന്ന വലിയ സംഭവങ്ങളൊന്നും അതിനകത്ത് സംഭവിക്കൂല. അള്ളാഹു ഹജ്ജ് സ്വീകരിക്കാൻ വേണ്ടി ദുആ ചെയ്യുക. സ്വീകരിച്ച ഹാജിയുടെ ജീവിതം ഹജ്ജിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വീട് പണി തുടങ്ങുമ്പോൾ ബാങ്കിൽ നിന്നും ലോൺ എടുത്ത് തുടങ്ങിയാൽ ബറക്കത്ത് പോകുമെന്ന് പറയുന്നു. എന്നാൽ ഒരു നിവൃത്തിയുമില്ലാത്ത എന്നെപ്പോലുള്ള സാധാരണക്കാർ ഞങ്ങൾ എന്താണ് ചെയ്യുക? ഇത് ചോദിച്ചിരിക്കുന്നത് ഷാനിഫ മനാഫ് മലപ്പുറത്ത് നിന്നുമാണ്. സാധാരണക്കാരായ ആളുകൾ, നിവൃത്തിയുള്ളവരോടാണ് വീട് വെക്കാൻ പറയാം. നിവൃത്തിയില്ലാത്തവർ തൽക്കാലം വീട് വെക്കാതിരിക്കാനേ മാർഗമുള്ളൂ. നമ്മളിപ്പോൾ അത്ഭുതകരമായിട്ട് അങ്ങനെ കുറേ പൈസ കടമെടുത്ത് പലിശക്കെടുത്ത് നിർബന്ധമായിട്ട് വീട് വെക്കണമെന്ന് ഒരിക്കലും. ഇത് നിങ്ങളൊരു ഇസ്ലാമികമായ പ്രോഗ്രാമിൽ ചോദിച്ച ചോദ്യം ആയതുകൊണ്ടാണ് അങ്ങനെ മറുപടി. എനിക്ക് നിങ്ങളോട് വ്യക്തിപരമായി സുഹൃത്ത് ബന്ധം വെച്ചിട്ട് എനിക്ക് അങ്ങനെ മറുപടി പറയാൻ കഴിയില്ല. കാരണം എന്നാൽ പിന്നെ നിങ്ങൾ വീട് വെച്ചാന്ന് പറയൂലേ. ഇത് ഇസ്ലാമികമായൊരു പ്രോഗ്രാം ആയതുകൊണ്ട് അങ്ങനെ ചോദിക്കുമ്പോൾ അതേ രീതിയിൽ തന്നെ ഇസ്ലാമികമായ രീതിയിൽ
നിങ്ങൾ നിർബന്ധമായും വീട് വെച്ചേ പറ്റൂ എന്ന് ഇസ്ലാം പറയണില്ല. സാമ്പത്തികം ഉണ്ടെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും വാടകയ്ക്ക്, ഇല്ലെങ്കിൽ ചെറിയ കൂരയൊക്കെ വെച്ച് കിടക്കാമല്ലോ. അതിപ്പോൾ നിരുത്സാഹപ്പെടുത്തുന്നില്ല ഇസ്ലാം. എല്ലാവരും വെക്കണ പോലെ എനിക്ക് വെക്കണമെന്ന് പറയുമ്പോഴാണ് നമ്മൾ 25 ലക്ഷം ലോൺ എടുക്കേണ്ടി വരിക. എല്ലാവരും ചെയ്യണ പോലെ എനിക്കും വേണം. ഭാര്യ പറയണു അവൻ്റെ വീടിൻ്റെ സ്റ്റെപ്പ് ഇങ്ങനെ വളഞ്ഞിരിക്കുന്നു, അവിടെ പെയിൻറ്റ് ഇങ്ങനെ ഇരിക്കുന്നു, അവിടുത്തെ ഫൗണ്ടേഷനൊക്കെ അടിപൊളിയാണ്, കാർ ഷെഡിൽ അങ്ങനെ സംഭവമാണ് ഒക്കെ പറയുമ്പോൾ അത് കയറ്റിയിട്ട് ഇങ്ങനെ തലയിൽ കയറ്റിയിട്ട് നിനക്ക് ടെൻഷൻ അടിക്കുമ്പോഴാണ് എന്നാൽ പിന്നെ ലോൺ എടുക്കാമെന്ന് തീരുമാനത്തിലേക്ക് എത്തുക. ബർക്കത്ത് പോവാന്ന് പറഞ്ഞാൽ അത് അള്ളാഹു നിഷിദ്ധമാക്കിയ ഏത് കാര്യം ചെയ്താലും അതിൻ്റെ ബറക്കത്ത് എടുത്തിട്ട് തന്നെ പിന്നെ നടക്കുള്ളൂ. അത് ഉറപ്പാണ്. അത് ഒരാൾക്ക് അത് ബറക്കത്ത് കിട്ടും, മറ്റേ ആളിന് ബറക്കത്ത് കിട്ടൂല. ഇതിങ്ങനെ ആയതുകൊണ്ട് ബറക്കത്ത് കിട്ടും, അത് അങ്ങനെ ആയതുകൊണ്ട് കിട്ടൂല, അങ്ങനെയൊന്നുമില്ല. അതിന് ഒറ്റ നിയമമേ ഉള്ളൂ, നീതിമാനാണ് റബ്ബ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ വിഷയം ശ്രദ്ധിക്കുക. അതിനുവേണ്ടി കിടന്ന് ചാടിക്കൂടി പെട്ടെന്ന് ധൃതി വെച്ച് ചെയ്യാതെ സാവകാശം ആലോചിച്ച് ബറക്കത്തുള്ള പൊരുത്തമുള്ള പൈസ കിട്ടി വെക്കുമ്പോൾ അതിൻ്റേതായ ഗുണം വേറെയാണ്. പിന്നെ പരമാവധി ബന്ധുക്കളെന്നൊക്കെ കടം വാങ്ങി തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ, കുറഞ്ഞ രീതിയിലൊക്കെ വാങ്ങി തയ്യാറാക്കി അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയാണെങ്കിൽ കുറച്ചുകൂടി അതിന് ഐശ്വര്യ അഭിവൃദ്ധി ഉണ്ടാവും. ശ്രദ്ധിക്കുക, പരമാവധി എന്നല്ല, ഹറാമിലേക്ക് പോകാതെ ശ്രദ്ധിച്ചാൽ അതിനൊരു ബറക്കത്തുണ്ട് എന്നൊരു വാസ്തവമാണ്. ഒരാൾ ഒറ്റയ്ക്ക് നമസ്കരിക്കുമ്പോൾ മറ്റൊരാൾ പുറകിൽ വന്ന് തുടരുന്നു. എന്നാൽ ഈ രണ്ടാൾക്കും ജമാഅത്ത് നിസ്കാരത്തിൻ്റെ കൂലി കിട്ടുമോ? ഇത് ചോദിച്ചിരിക്കുന്നത് നാസറുദ്ദീൻ സേട്ടാണ്, തിരുവനന്തപുരത്ത് നിന്നും. തീർച്ചയായിട്ടും രണ്ടാളിനും ജമാഅത്ത് നമസ്കാരത്തിൻ്റെ കൂലി കിട്ടും. കാരണം ഇപ്പോൾ ജമാഅത്ത് നമസ്കാരം എന്ന് പറയുന്നത് ഒരു ഇമാമ് ഒരു മഅമൂമ് അങ്ങനെ നിസ്കരിക്കുന്നതിനാണ്. ഒരു മഅമൂമിനെ കിട്ടാത്തത് കൊണ്ടാണ് അയാൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നത്. വേറെ ആരും ഇല്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, അപ്പോൾ പിന്നെ ഇന്ന് ജമാഅത്തിൻ്റെ കൂലി എനിക്ക് ഇല്ലല്ലോ എന്ന സങ്കടം അദ്ദേഹത്തിനുണ്ട്. അത് എല്ലാ വിശ്വാസിക്കും ഉണ്ടാവും ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ. അങ്ങനെ നിസ്കരിക്കുമ്പോഴാണ് ഒരാൾ പുറകിൽ വന്ന് അയാളെ തൊട്ടിട്ട് ഞാൻ പുറകിൽ ഒരാൾ എത്തിയിട്ടുണ്ട് എന്ന് അറിയിക്കുന്നത്. അവിടെ മുതൽ പിന്നെ അവർ ജമാഅത്ത് നമസ്കാരത്തിൻ്റെ ആളുകളായി. അപ്പോൾ സാധാരണ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ കിട്ടുന്ന നിസ്കാരത്തെക്കാൾ 27 ഇരട്ടി പ്രതിഫലം കൂടുതൽ ജമാഅത്തായിട്ട് നമസ്കരിക്കുന്നവർക്ക് കിട്ടുമെങ്കിൽ ആ കൂലി ഇവിടെ 2 പേർക്കും ഇൻഷാ അല്ലാഹ് കിട്ടും. പരിപൂർണമായി അതിൻ്റെ അദബുകളും ശ്രദ്ധിക്കേണ്ടതൊക്കെ ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും കിട്ടും. കിടപ്പറയിലേക്ക് വരുമ്പോൾ വൃത്തിയും ശുദ്ധിയും ശ്രദ്ധിക്കാത്ത ഭർത്താക്കന്മാരെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? ഈ കാര്യങ്ങൾ ഭാര്യമാർ മാത്രം ശ്രദ്ധിച്ചാൽ മതിയല്ലല്ലോ. ഉസ്താദ് ഈ വിഷയം കൂടി അൽജവാബിൽ കൂടി ഒന്ന് പറയണം. ഇത് ചോദിച്ചിരിക്കുന്നത് റസിയാബികമാണ്, കോഴിക്കോട് നിന്നും. വളരെ ഗൗരവമുള്ള ഒരു ചോദ്യമാണ്. പുരുഷന്മാർ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. രാത്രി ഒന്ന് മേല് കഴുകിയാൽ ഒരു നല്ല വസ്ത്രം, ഉറങ്ങാൻ വേണ്ടി മാത്രം ഒരു നല്ല വസ്ത്രം സ്ത്രീകൾക്കുള്ളതുപോലെ തന്നെ പുരുഷന്മാർക്കും ഉണ്ടായാൽ എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്? സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം രാത്രിയായാൽ അവർ മിസ്വാക്ക്, പല്ല് തേക്കണം, അതുപോലെ നല്ല വസ്ത്രം ധരിക്കണം. രാത്രിയിൽ ഉറങ്ങാൻ വേണ്ടി, ഭർത്താവിൻ്റെ കൂടെ കിടക്കാൻ വേണ്ടി മാത്രം അവർക്ക് വേണമെങ്കിൽ ഒരു വസ്ത്രം. അതൊക്കെ സ്ത്രീകളെ ഇമ്പോർട്ടൻ്റ് ചെയ്തിട്ട് അവരെക്കുറിച്ച് മാത്രം ആക്കാതെ എന്തുകൊണ്ട് പുരുഷന്മാർക്ക് അതിനെക്കുറിച്ച് ചിന്തിച്ചുകൂടാ? നമ്മൾ രാത്രിയിൽ സന്തോഷത്തോടു കൂടി നമ്മുടെ ഇണയുടെ കൂടെ കിടക്കണം. നമ്മൾ പകൽ എത്രയോ യാത്ര ചെയ്തവരാണ്, എത്രയോ ദീർഘദൂരം പോയവരാണ്, പല ജോലികൾ ചെയ്തവരാണ്. പിന്നെ ഇന്നത്തെ അന്തരീക്ഷവും ഇന്നത്തെ പകർച്ചവ്യാധികളും ഒക്കെ നമുക്കറിയാലോ. നമ്മളതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് ക്ഷീണം കൊണ്ട് നേരെ കട്ടിലേക്ക് അങ്ങോട്ട് മറിയുമ്പോൾ നമ്മുടെ വലതുഭാഗത്ത് അല്ലെങ്കിൽ ഇടതുഭാഗത്ത് വേറൊരാൾ വന്ന് കിടക്കാനുള്ളതാണ് എന്ന് നാം തിരിച്ചറിയണം. വെറുതെ അവൾ മൊബൈൽ നോക്കിക്കൊണ്ട് കിടക്കുകയാണെന്ന് പരാതി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കോടതിയിൽ പോയി നമ്മളെ മുഖത്ത് നോക്കാനുള്ള ക്വാളിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം, ഇല്ലെങ്കിൽ മൊബൈൽ തന്നെ നോക്കിക്കൊണ്ട് കിടക്കുള്ളൂ. അപ്പോൾ അതിനുള്ള ഒരു ക്വാളിറ്റി നമ്മുടെ ശരീരത്തുണ്ടാവണം, അതിനുള്ള ഒരു വൃത്തി, ശുദ്ധി. ഇസ്ലാം അങ്ങനെയല്ലേ പറയുന്നത്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പിലേക്ക് ഭാര്യ ഇതേ പരാതിയുമായി വന്നതാണ്. ഒരു ഭാര്യ തൻ്റെ ഭർത്താവ് കുളിക്കുന്നില്ല, മുടി വെട്ടുന്നില്ല, മോശമായ രീതിയിലാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വാള് വലിച്ചൂരി എടുത്തിട്ട് ആ മനുഷ്യനോട് പറഞ്ഞത്, വളരെ പെട്ടെന്ന് ഒക്കെ റെഡിയാക്കി വന്നില്ലെങ്കിൽ തല വെട്ടിയെടുക്കുമെന്നാണ് പറഞ്ഞത്. ചെറിയ കാര്യമായിട്ടല്ല അതിനെ കണ്ടത്, അത്രമേൽ ഗൗരവമുള്ള പരാതിയായി. ഭരണകൂടത്തിന് മുന്നിൽ വന്ന ഒരു പെൺകുട്ടിയുടെ പരാതിയെ, ഭർത്താവിന് വൃത്തിയില്ല എന്ന് പറയുന്ന പരാതിയെ പരിഗണിച്ചു. അതാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് അയാൾ വൃത്തിയായി ശുദ്ധിയായി വന്നപ്പോൾ സ്വന്തം ഭാര്യയ്ക്ക് നേരത്തെ തൻ്റെ കൂടൊപ്പം വന്ന ഭർത്താവാണോ ഇത് എന്നുപോലും സംശയം തോന്നുന്ന വിധത്തിൽ അദ്ദേഹം വൃത്തിയായി ഭംഗിയായി പോയി എന്നാണ്. നമ്മുടെ ശരീരത്തിനൊക്കെ ഭംഗിയുണ്ട്, പക്ഷെ അത് നമ്മൾ തിരിച്ചറിയണം. മാത്രമല്ല, ലോകത്ത്
ഏറ്റവും ദുർഗന്ധം വരുന്ന ശരീരം നമ്മുടെ നാട്ടിലെ നായയുടെയോ പന്നിയുടെയോ അതുപോലെ പൂച്ചയുടെയോ ഒന്നുമല്ല, മനുഷ്യൻ്റെ വിയർപ്പും മനുഷ്യൻ്റെ രക്തവുമാണ്. അത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ആ ശരീരത്തെയാണ് നാം ഭാര്യയുടെ അടുത്ത് കൊണ്ട് കിടത്തുന്നത്. അപ്പോൾ നാം ജോലി കഴിഞ്ഞ് വന്നവരാണ്, യാത്ര ചെയ്ത് വന്നവരാണ്. എത്ര എയർ കണ്ടീഷൻ വണ്ടിയിലിരുന്ന് ഡ്രൈവ് ചെയ്ത് വന്നാലും നമ്മുടേതായ ശരീരത്തിൻ്റെതായ കേടുപാടുകൾ ഉണ്ടാവും. ഒന്ന് വൃത്തിയായി ഒരു ചെറിയ സുഗന്ധമൊക്കെ പുരട്ടി നല്ല ഭംഗിയായി മുടിയൊക്കെ ചീകി വെച്ച് ഭാര്യയുടെ അടുത്ത് പോയിരിക്കുമ്പോൾ ആ കുടുംബജീവിതത്തിനുണ്ടാകുന്ന വൈബ് വളരെ വലുതായിരിക്കും. അത് ഭാര്യയും ഭർത്താവും ഒരുപോലെ ശ്രദ്ധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അൽ ജവാബ് എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 9:30-നും എല്ലാ ചൊവ്വാഴ്ചയും രാത്രി 11 മണിക്കും ഉണ്ടാകും. മറക്കാതെ കാണുക. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വെഡിങ് ഡ്രസ്സിന്റെയോ പാർട്ടി വെയറിന്റെയോ ഫോട്ടോയോ കൺസെപ്റ്റോ നിങ്ങളുടെ കയ്യിലുണ്ട്. അത് നിങ്ങൾക്ക് കസ്റ്റം ഡിസൈൻ ചെയ്ത് കിട്ടണം. അതിന് പറ്റിയ ഒരു യുണീക് സ്ഥലമുണ്ട് നമ്മുടെ കൊല്ലത്ത്, വെഡിങ് ബൈ സിഗ്നേച്ചർ. വിമന് മാത്രമല്ല, മെൻസ്, കിഡ്സ്, അങ്ങനെ എല്ലാവർക്കും ഇവിടുന്ന് പാർട്ടി വേസ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അഫോർഡബിൾ ലക്ഷറി, അതാണ് ഇവരുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. ദിസ് ഈസ് ദർ ചിത്രകാർ ലോഞ്ച്. ഇവിടെയാണ് എല്ലാ മാജിക് നടക്കുന്നത്. ദേ ഹാവ് ഇൻ-ഹൗസ് ഡിസൈനേഴ്സ്, സ്റ്റിച്ചിങ് യൂണിറ്റ് ആൻഡ് ആർട്ടിസ്റ്റ് ഫ്രം ഓൾ ഓവർ ഇന്ത്യ. ഗ്രൗണ്ട് ഫ്ലോർ ഈസ് കോൾഡ് സീസൺസ് ആൻഡ് ഇസ് ഫോർ പാർട്ടി വെയർസ് ആൻഡ് സൽവാസ്. First floor Chitragar lounge has fabrics from all over India. Second floor Mangal Muhurta collections is for lehengas, gowns and sarees for any occasions. Third floor Vardhaman is exclusive for men. Designers സംസാരിച്ച് നിങ്ങൾക്ക് വേണ്ടുന്ന യൂണീക് ഡ്രസ്സസ് ഇവിടുന്ന് കസ്റ്റമൈസ് ചെയ്ത് ഫാബ്രിക് ഒക്കെ ചൂസ് ചെയ്ത് ഡിസൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. Signature Groom and Bride opposite Shangas Hospital, Kollam. അമ്മേ ദേ നോക്ക്, നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അല്ലേ? അതൊക്കെ അച്ഛൻ നോക്കിക്കോളും. അച്ഛൻ ഇപ്പോഴത്തെ ഫാഷൻ വല്ലതും അറിയോ? രാഹുലിന്റെ വീട്ടുകാരെന്താ വിചാരിക്കുക? മോളൂസിന് അച്ഛൻ ബെസ്റ്റ് മാത്രല്ലേ തെരഞ്ഞെടുത്തിട്ടുള്ളൂ. ഈ കല്യാണം പോലും ആഭരണത്തിന്റെ കാര്യത്തിലും അച്ഛൻ ബെസ്റ്റ് മാത്രം സെലക്ട് ചെയ്യും. ഇത്രയും ഫാഷൻ പോരെ മോളെ? പരിശുദ്ധമായ ബന്ധങ്ങൾക്ക് പവിത്രമായ പൊന്നിൻ തിളക്കം. അറഫ ഗോൾഡൻ ഡയമണ്ട്സ്, അട്ടക്കുളങ്ങര, തിരുവനന്തപുരം. നിങ്ങൾക്കറിയാമോ, ദീർഘകാലമായി ഗുളികയും ഇൻസുലിനും എടുത്തിട്ടും ഷുഗർ കുറയാത്തത് ഇൻസുലിൻ റെസിസ്റ്റൻസ് മൂലമെന്ന്? പാർശ്വഫലങ്ങളില്ലാത്ത പ്രകൃതിയുടെ പ്രത്യേക ആയുർവേദ ഔഷധക്കൂട്ടുകൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് മാറ്റി ഷുഗർ നോർമലാക്കുന്നു. ആസ്മ, അലർജി എത്ര പഴകിയതുമാകട്ടെ ഔഷധ സേവയിലൂടെ പൂർണ്ണമായും സുഖപ്പെടുത്താം. ഡോക്ടറോട് സംസാരിക്കാൻ ഇപ്പോൾ വിളിക്കൂ 9446182437. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി, പത്തനാപുരം, ഇടപ്പള്ളി, മലപ്പുറം ഇടപ്പാൾ. അൽ ജവാബ് എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 9:30-നും എല്ലാ ചൊവ്വാഴ്ചയും രാത്രി 11 മണിക്കും ഉണ്ടാകും. മറക്കാതെ കാണുക. അൽഹംദുലില്ലാ, ഈ കത്തുകൾ അയച്ച ഓരോ വ്യക്തികൾക്കും അള്ളാഹു ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ സംശയങ്ങൾ മാറാൻ വേണ്ടിയിട്ടാണ് അയക്കുന്നത്. എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന് കുറച്ചുകൂടി ഊർജം കിട്ടാൻ, അമലുകൾക്ക് കുറച്ചുകൂടി എനർജി കിട്ടണം. അത് അറിവ് കൂടുന്തോറും ഇബാദത്തിന് ഉറപ്പ് കൂടും. മറ്റത് ഇങ്ങനെയാണോ, അതിങ്ങനെ തന്നെയാണോ, ഇങ്ങനെ പാരായണം ചെയ്താൽ മതിയോ, ഇങ്ങനെ ദുആ ചെയ്താൽ മതിയോ എന്നൊക്കെ ഒരു സംശയവും ആശങ്കയുണ്ടാവും. പക്ഷേ ഇവിടെ ഈ അറിവ് കൂടുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ആത്മാർത്ഥതയും ഇഖ്ലാസും തഖ്വയൊക്കെ നമ്മുടെ ഇബാദത്തിൽ കൂടുതൽ വരും. അള്ളാഹു ആ രീതിയിൽ തന്നെ നമ്മെ ചേർക്കട്ടെ, വിജയിപ്പിക്കട്ടെ, അള്ളാഹു സഹായിക്കട്ടെ. ഏറ്റവും നല്ല ചോദ്യകർത്താവിനുള്ള 1ാം സമ്മാനം കൊടുക്കുന്നത് അറഫ ഗോൾഡ്, തിരുവനന്തപുരം, അട്ടക്കുളങ്ങര. അട്ടക്കുളങ്ങര എന്ന് പറയുന്ന പ്രദേശത്താണ് അറഫ ഗോൾഡ് ഉള്ളത്, കിഴക്കേക്കോട്ടയിൽ. വളരെ മനോഹരമായ സ്ഥാപനമാണ്, തലയെടുപ്പുള്ള സംരംഭമാണ്. ഒരുപാട് ആളുകൾ ആ സ്ഥാപനവുമായി ബന്ധപ്പെടുന്നത് അവിടെ കച്ചവടത്തിൽ കുറേ പാവങ്ങളെയൊക്കെ പരിഗണിക്കുന്നുണ്ട്. അള്ളാഹു ഇനിയും അള്ളാഹുവിൻ്റെ പരിഗണന ആ സംരംഭത്തിനും ലത്തീഫ് സാഹിബിനും കുടുംബത്തിനും ഉണ്ടാകട്ടെ.
രണ്ടാം സമ്മാനം കൊടുക്കുന്നത് സിഗ്നേച്ചർ കൊല്ലം, ശങ്കേഴ്സ് ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള സിഗ്നേച്ചർ എന്ന വസ്ത്രവ്യാപാര സ്ഥാപനമാണ്. മാഷാ അല്ലാ, നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള, നിങ്ങൾക്ക് ഏത് വിധത്തിലുള്ള ജീവിത രീതിയിലുള്ള വസ്ത്രം ആഗ്രഹിക്കുന്നു അതൊക്കെ സമ്മാനിക്കുന്ന ഒരു സ്ഥാപനമാണ് നാസറുദ്ദീൻ സാഹിബ്. അദ്ദേഹം ദീനുമായി വളരെ ബന്ധമുള്ള ദീനി സംരംഭങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന സഹോദരനാണ്. അള്ളാഹു എല്ലാ ബറക്കത്തും അവർക്ക് ചുരിഞ്ഞു കൊടുക്കട്ടെ. മൂന്നാം സമ്മാനം കൊടുക്കുന്നത് പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റലാണ്. ബഹുമാനനായ ഡോക്ടർ ഷഫീഖ് സാറ്, അൽഹംദുലില്ലാ, അദ്ദേഹം ഈ ആയുർവേദ ചികിത്സാ രംഗത്ത് മികച്ച മുന്നേറ്റമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചികിത്സയിൽ ഇനിയും ഒരുപാട് കരുത്ത് അള്ളാഹു പകർന്നു കൊടുക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ്, ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന പ്രാർത്ഥന, നമുക്കറിയാം, ഇപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്തപ്പോൾ ഹറാമായ ഭക്ഷണത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നല്ലോ. നമുക്കറിയാൻ കഴിയില്ല, നമ്മൾ ചിലപ്പോൾ യാത്രക്കിടയിൽ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കേണ്ടി വരുന്നു, ഇല്ലെങ്കിൽ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്നു. അതൊക്കെ ഹലാലാക്കി തരേണ്ടതും നമ്മുടെ ആരോഗ്യത്തിന് അനുയോജ്യമാക്കി തരേണ്ടതും അള്ളാഹുവാണ്. അപ്പോൾ അതിന് നാം പ്രാർത്ഥന നടത്തി അങ്ങനെയുള്ള ഒരു വഴി തുറന്നു തരാൻ പടച്ചവനോട് പറയൽ ആവശ്യമാണ്. ആ പ്രാർത്ഥനയാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ അഅ്തിനാ മിനൽ ഹലാലി മർസൂഖീന വമിനൽ ഹറാമി മഅസൂമീന വബിൽ ജിനാനി മുനഇമീൻ. അല്ലാഹുമ്മ അഅ്തിനാ, പടച്ചവനെ നീ ഞങ്ങൾക്ക് നൽകണമേ, മിനൽ ഹലാലി മർസൂഖീന, കഴിക്കുന്നതൊക്കെ ഹലാലാക്കി തരണമേ, ഞങ്ങൾ കുടിക്കുന്നതും കഴിക്കുന്നതും ഒക്കെ ഹലാലാക്കി തരണം. അതായത് ഞങ്ങൾക്ക് ഹറാമ് കഴിക്കാൻ ഇഷ്ടമില്ല, അറിയാതെ എവിടെയെങ്കിലും ചെന്ന് വീണുപോകുന്നതിനെയും നീ കാക്കണം. അതാണ് ഈ പ്രാർത്ഥനയുടെ ഉൾസാരം. അല്ലാഹുമ്മ അഅ്തിനാ മിനൽ ഹലാലി മർസൂഖീന, ഹലാല് കഴിക്കാൻ നീ ഞങ്ങൾക്ക് തരണം. വമിനൽ ഹറാമി മഅസൂമീന, ഹറാമിനെ സൂക്ഷിക്കുന്നവരാക്കി ഞങ്ങളെ മാറ്റണം. ഹറാമ് ചെയ്യാതെ, കണ്ണ് കാത് കാല് കഴിക്കുന്നത് ഒക്കെ ഹറാമാകാതെ ഹലാലാക്കി തരണം. വബിൽ ജിനാനി മുനഇമീൻ, നീ ചെയ്ത അനുഗ്രഹങ്ങളായി ആസ്വദിക്കുന്നവരാക്കി ഞങ്ങളെ മാറ്റണം എന്നാണ്. അപ്പോൾ ഈ അർത്ഥം വരുന്ന പ്രാർത്ഥന നിരന്തരം നമ്മൾ ചൊല്ലണം. അല്ലാഹുമ്മ അഅ്തിനാ മിനൽ ഹലാലി മർസൂഖീന വമിനൽ ഹറാമി മഅസൂമീന വമിനൽ ഹറാമി മഅസൂമീന വബിൽ ജിനാനി മുനഇമീൻ വബിൽ ജിനാനി മുനഇമീൻ. ഈ പ്രാർത്ഥന ചൊല്ലാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ. ചൊല്ലുന്നത് മാത്രമല്ല, അത് അള്ളാഹു നമ്മിൽ നിന്ന്, പാവപ്പെട്ട നമ്മിൽ നിന്ന് അള്ളാഹു അത് സ്വീകരിക്കുകയും ചെയ്യട്ടെ. മാഷാ അല്ലാഹ്, നിങ്ങളുടെ പ്രാർത്ഥനയിൽ MK ഫാബ്രിക്സിനെ മറക്കരുത്. എത്രയോ നാളായി ഈ വലിയ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുന്നവരാണ്. അള്ളാഹുയുടെ കച്ചവടത്തിൽ ഇതിൻ്റെ കാരണമായി ഒരുപാട് ബറക്കത്ത് കൊടുക്കട്ടെ, ഒരുപാട് അഭിവൃദ്ധി പ്രദാനം ചെയ്യട്ടെ, ഒരുപാട് ഐശ്വര്യം അള്ളാഹു കൊടുക്കട്ടെ. നിങ്ങളുടെ ഈ പഠനം, ഈ ഖുർആൻ ചർച്ച, ഇതൊക്കെ നമുക്ക് സമ്മാനിക്കുന്നത് MK ഫാബ്രിക്സ് നമ്മുടെ രംഗത്ത് വന്നതുകൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് അവരോടുള്ള നമ്മുടെ കടമ എന്താണ്, ബാധ്യത എന്താണ്? പ്രാർത്ഥിക്കണം. അവരൊരിക്കലും ബിസിനസ്സിൽ തളരാൻ പാടില്ല. കച്ചവട സ്ഥാപനങ്ങളുടെ മുൻനിരയിൽ MK ഫാബ്രിക്സ് എന്നും എക്കാലവും ഉണ്ടാവണം. അതിനുള്ള എല്ലാ വഴികളും അള്ളാഹു അവർക്ക് തുറന്നു കൊടുക്കട്ടെ. നാസറുദ്ദീൻ സാഹിബിനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ബിസിനസ് വലിയ പുരോഗതിയിലേക്ക് അള്ളാഹു എത്തിക്കട്ടെ. അൽഹംദുലില്ലാ, പ്രിയങ്കരനായ നാസറുദ്ദീൻ സാഹിബ്, ഷറഫുദ്ദീൻ സാഹിബ്, നിസാറുദ്ദീൻ സാഹിബ്, അള്ളാഹുവേ ആ സംഘത്തിന് വലിയ യാത്ര ബിസിനസ്സിൻ്റെ മേഖലയിൽ നടത്താനുള്ള കരുത്ത് കൊടുക്കണേ അള്ളാഹ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ എല്ലാം എഴുതി അറിയിക്കുക. അൽ ജവാബ്, AM നൗഷാദ് ബാക്കവി, ദാറുൽ ഇഷ്ക്, തെന്നൂർക്കുണം, മുടപുരം BO, ചിറയൻകീഴ്, തിരുവനന്തപുരം. ഇൻഷാ അല്ലാഹ്, നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനയിൽ ഈ സാധുവിനെയും ഈ അൽ ജവാബിൽ സഹകരിക്കുന്ന കൂടെയുള്ളവരെയും മറക്കാതെ ഉൾപ്പെടുത്തണമെന്ന് അറിയിക്കുന്നു. ഇൻഷാ അല്ലാഹ്, അടുത്ത വെള്ളിയാഴ്ചയിൽ ഇതേ പ്രോഗ്രാമുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. MK ഫാബ്രിക്സ്, അൽ ജവാബ്, ദ ആൻസർ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് MK ഫാബ്രിക്സ്, കോൺവെന്റ് റോഡ്, കൊല്ലം. MK ഫാബ്രിക്സ്, MK റോഡ്, കൊല്ലം. Signature Groom and Bride, opposite Shangas Hospital, Kollam. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, കരുനാഗപ്പള്ളി. അറഫ ഗോൾഡ്, അട്ടക്കുളങ്ങര, ട്രിവാൻഡ്രം.